വെൽക്കം ടു ഓൾ. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മോഡ്യൂളായിട്ടുള്ള കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് നോക്കുന്നത് കമ്മോഡിറ്റി മാർക്കറ്റ് എന്താണ്, കമ്മോഡിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണ് ഉള്ളത്, നമ്മുടെ ഇന്ത്യയിലുള്ളത് ഏതൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കമ്മോഡിറ്റി പ്ലസ് മാർക്കറ്റ് രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ്. എന്താണ് കമ്മോഡിറ്റി, എന്താണ് മാർക്കറ്റ് എന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ് കമ്മോഡിറ്റി, എന്താണ് എക്സ്ചേഞ്ച്, ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലുള്ള ധാരണ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൂടുതലായിട്ട് അതിലേക്ക് പോവാം. എന്താണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്? കമ്മോഡിറ്റി മാർക്കറ്റ് ഫെസിലിറ്റീസ് an exchange of physical goods among residents in a country. Individuals aiming to diversify their portfolio can undertake investments in both perishable and non-perishable products, thereby not only mitigating the risk factor but also providing a hedge against inflation rates in an economy. നമുക്കറിയാം കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സർവീസ് അല്ലെങ്കിൽ എന്താണ് അവരോട് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് നമുക്ക് ഫിസിക്കൽ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉള്ള ഒരു പ്ലേസാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയാം. കമ്മോഡിറ്റി മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫിസിക്കൽ ഗുഡ്സ്. അതിൽ ഏത് ഗുഡ്സ് എന്നുള്ള ഇന്ന ഗുഡ്സാ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല. പെരിഷബിൾ ആയിട്ടുള്ളതും നോൺ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതാണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് താമസിക്കുന്നവർക്കിടയിൽ എന്ത് നടത്താം? ഫിസിക്കൽ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മോഡിറ്റി മാർക്കറ്റ് അഥവാ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെരിഷബിൾ ഗുഡ്സിലോ അല്ലെങ്കിൽ നോൺ പെരിഷബിൾ ഗുഡ്സിലോ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തല്ല? ദെർബൈ നോട്ട് ഓൺലി മിറ്റിഗേറ്റിംഗ് ദ റിസ്ക് ഫാക്ടർ റെഡ്യൂസ് ചെയ്യുക എന്ന് മാത്രമല്ല, ബട്ട് ഓൾസോ പ്രൊവൈഡിങ് എ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ആൻ എക്കോണമി. അതായത് എക്കണോമിയുടെ ഇൻഫ്ലേഷൻ റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതും അതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പെരിഷബിൾ ആയിട്ടുള്ളതും നോൺ പെരിഷബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാർക്കറ്റാണ് നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയാം. ഇനി ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അഥവാ ഫങ്ഷൻസ് ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ്? ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാം. ടു സെർവ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് ദ കമ്മോഡിറ്റീസ് ത്രൂ ഫെയർ പ്രൈസ് ഡിസ്കവറി. നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ബൈ ചെയ്യുന്നവരും സെല്ല് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ളവർക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്? ഒരു കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവർക്ക് അവിടെ എന്ത് ചെയ്യാം? അവരുടെ പ്രൈസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബൈയിങ്ങോ സെല്ലിങ്ങോ നടത്താം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? അവരുടേതായിട്ടുള്ള പ്രൈസിൽ അവർക്ക് കമ്മോഡിറ്റീസ് ബൈയിങ്ങോ സെല്ലിങ്ങോ നടത്താനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്? To acquire and disseminate the commodity news in order to help traders in making decision. അതായത് ട്രേഡേഴ്സിന് എന്തുണ്ടായിരിക്കും? വ്യാപാരികൾക്ക് എന്തുണ്ടായിരിക്കും? അതായത് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അവർക്ക് ഡിസിഷൻ എടുക്കുന്നതിനും അതുപോലെ തന്നെ എന്ത് ചെയ്യാനും അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ പ്രൊവൈഡ് ചെയ്യാനും, കമ്മോഡിറ്റി ന്യൂസ് അത്തരത്തിലുള്ള ന്യൂസുകൾ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും? നൽകാനും എന്ത് സഹായിക്കുന്നുണ്ട്? കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകൾ സഹായിക്കുന്നുണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു എന്ത് കൊടുക്കുന്നു? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കമ്മോഡിറ്റി മാർക്കറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്ചേഞ്ച് ഓൾസോ ഹെൽപ്പിംഗ് സെറ്റിംഗ് ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ ട്രേഡേഴ്സ്.
ട്രേഡേഴ്സ് തമ്മിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? തർക്കങ്ങളുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പരിഹരിക്കുന്നതിനും എന്ത് സഹായിക്കുന്നു? കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഒരു കമ്മോഡിറ്റി മാർക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊരു റെഗുലേഷൻസ് ഇല്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും തമ്മിൽ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ എന്തിനെ കൊണ്ട് പറ്റും? ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? ഒരു മിഡിൽമാൻ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫർ ഹെഡ്ജിങ് ഓപ്പർച്യൂണിറ്റി. എന്തിനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഹെഡ്ജിങ്ങിനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഗീവ്സ് ആൻ ഓപ്ഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ടു ട്രാൻസ്ഫർ ദ റിസ്ക് ടു പ്രൊഫഷണൽ റിസ്ക് ബെയറേഴ്സ്. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും അവർക്ക് എന്ത് ചെയ്യാനുള്ളതുണ്ട്? അവരുടെ പ്രൊഫഷണൽ റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഇറ്റ് ഗീവ്സ് ആൻ ഓപ്ഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ടു ട്രാൻസ്ഫർ ദയർ റിസ്ക് ടു പ്രൊഫഷണൽ റിസ്ക് ബെയറേഴ്സ്. അതായത് അവർക്ക് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും അവരുടെ പ്രൊഫഷണൽ റിസ്ക് ബെയറുകളിലേക്ക് മാറ്റാനും ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓപ്ഷൻസ് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ട്രേഡേഴ്സിൻ്റെയും അല്ലെങ്കിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തുന്ന ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും മിഡിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള സർവീസുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അഥവാ കമ്മോഡിറ്റി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ കമ്മോഡിറ്റി മാർക്കറ്റ്. നമുക്കറിയാം ഇന്ത്യയിൽ കുറച്ച് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളുണ്ട് അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? കമ്മോഡിറ്റീസ് ട്രേഡിംഗ് ഈസ് മാനേജ്ഡ് ബൈ 4 മേജർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള മെയിൻ ആയിട്ടുള്ള 4 കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ MCX, അതായത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. നെക്സ്റ്റ് വൺ NCDEX, അതായത് നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് ICEX, ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. നെക്സ്റ്റ് NMCE, നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഇങ്ങനെ 4 തരത്തിലുള്ള എക്സ്ചേഞ്ചുകളാണ് മേജറായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക. ഓൾ ആക്ടിവിറ്റീസ് ഓഫ് സച്ച് നേഷൻ വൈഡ് എക്സ്ചേഞ്ചസ് കം അണ്ടർ ദി റെഗുലേഷൻ ഓഫ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് റെഗുലേഷൻ. അതായത് CDMRD എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരാണ് ഇതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഏതും കൂടിയുണ്ട്? നമ്മുടെ സെബി, അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, വിച്ച് മെർജ്ഡ് വിത്ത് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ ഇൻ 2015. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള മേജറായിട്ടുള്ള കമ്മോഡിറ്റി മാർക്കറ്റുകൾ അത് ഏതൊക്കെയാണ്? 4 എണ്ണമാണ്. MCX, ICEX, NCDEX, NMCE എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് MCX? എന്താണ് MCX അഥവാ MCXൻ്റെ ഫുൾ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് അവിടെ പറയുന്നത്? മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് MCX എന്ന് പറയുന്നത്. ഇനി എന്താണ് MCX? MCX, ആസ് ദി നെയിം സജസ്റ്റിംഗ്, ഈസ് ആൻ എക്സ്ചേഞ്ച് ലൈക്ക് BSE ആൻഡ് NSE വേർ കമ്മോഡിറ്റീസ് ആർ ട്രേഡഡ്, ഹെഡ്ക്വാർട്ടർഡ് ഇൻ മുംബൈ. നമ്മൾ BSE കേട്ടിട്ടുണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേട്ടിട്ടുണ്ടായിരിക്കും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി ഇത് ഹെഡ്ക്വാർട്ടർ ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. ഇനി ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നവംബർ 2003 അണ്ടർ ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് FMC. ഇൻ 2016 the FMC was merged with the SEBI and MCX as an exchange falls under the regulatory purview of SEBI. ഇനി the exchange was the fifth largest commodity exchange. അപ്പോൾ നമുക്കറിയാം MCX എന്ന് പറയുന്നത് എവിടെയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയത്. ഇനി എക്സ്ചേഞ്ചുകളിലെ എത്രാമത്തെ എക്സ്ചേഞ്ചാണ്? 5th ലാർജസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ് ഈ പറയുന്ന MCX എന്ന് പറയുന്നത്. ഇനി അതിലെന്തുണ്ട്? MCX ഓഫർ മോർ ദാൻ 14 കമ്മോഡിറ്റീസ്
ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ്, ഏതൊക്കെ തരത്തിലുള്ള കമ്മോഡിറ്റീസ് ആണ്? മോർ ദാൻ 40 കമ്മോഡിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു MCXൽ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ MCX ഓഫർ ചെയ്യുന്നത് മോർ ദാൻ 40 കമ്മോഡിറ്റീസ് ഉണ്ട്. അതിൽ കുറച്ച് ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബുള്ളിയൻ ഉണ്ട്, ഗോൾഡ്, സിൽവർ, പിന്നെ ബേസ് മെറ്റൽസ്, അതായത് അലൂമിനിയം, കോപ്പർ, ലെഡ്, നിക്കൽ, സിങ്ക്, അങ്ങനത്തെ തരത്തിലുള്ളവ. എനർജി, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അത്തരത്തിലുള്ളവ. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ, അതായത് കോട്ടണ്, അതുപോലെ തന്നെ നമ്മൾ പറയാറുള്ള സിൽക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത് നമ്മൾ കുറച്ച് എക്സാമ്പിളാണ് പറയുന്നത്. ഇതിൽ MCXൽ ട്രേഡ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആണ് പറയുന്നത്. ഇതിൽ അവർ ഓഫർ ചെയ്യുന്നത് മോർ ദാൻ 40 കമ്മോഡിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? MCXൽ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി MCXൻ്റെ മറ്റു കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. MCX ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ അതർ ഇൻഡിസ്, അതായത് ഏതൊക്കെയാണ് MCXൻ്റെ ഇൻഡിസസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ MCX അഗ്രി, അതായത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി ഇൻഡെക്സ് ഉണ്ടായിരിക്കും. പിന്നെ MCX എനർജി, എന്തിനു വേണ്ടിയിട്ടാണത്? എനർജി കമ്മോഡിറ്റീസിൻ്റെ ഇൻഡെക്സ് ആണ്. MCX മെറ്റൽ കമ്മോഡിറ്റി ഇൻഡെക്സ്. ഇനി കുറച്ച് ഷെയർ ഹോൾഡേഴ്സ്, അതായത് കീ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് MCXൻ്റെ കുറച്ച് കീ ഷെയർ ഹോൾഡേഴ്സ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ്, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നബാർഡ്, HDFC ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ, SBI ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേറ്റ് ലിമിറ്റഡ്, കാനറ ബാങ്ക്. ഇനി MCX ഫോർമുലേറ്റഡ് സ്ട്രാറ്റജി അലയൻസ് വിത്ത് ലീഡിംഗ് കമ്മോഡിറ്റി ട്രേഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അത് ഇത്രയേ ഉള്ളൂ. BBA ബോംബെ ബുള്ളിയൻ അസോസിയേഷൻ, ബോംബെ മെറ്റൽ എക്സ്ചേഞ്ച്, സോൾവൻ എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, SEA എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം മെയിനായിട്ട് MCXൽ എന്തൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ആയത്, അതിൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡെക്സ് എന്തൊക്കെയാണ്, പിന്നെ കുറച്ച് കീ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പോകാൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ക്ലാസ്സിൽ MCX, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ എന്ത് പറഞ്ഞു? കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, MCX എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോകുന്നതാണ് ICEX, അതായത് ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ NCDX, അതായത് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച്. ICXനെ പറ്റി നോക്കാം. അതായത് ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഈസ് എ ലേറ്റസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് എന്ത്? ICEX, ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? സ്റ്റാർട്ടഡ് ഫംഗ്ഷൻ ഫ്രം 27 നവംബർ 2009. ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഹരിയാനയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജോയിൻ്റ്ലി പ്രൊമോട്ട് ബൈ ഇന്ത്യ ബുൾസ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആൻഡ് MMTC ലിമിറ്റഡ് ആൻഡ് ഹാസ് ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡ് ആൻഡ് IFC. അത്ര അങ്ങോട്ട് ഫേമസ് അല്ല ICX എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേട്ടിട്ടുള്ളതായിരിക്കുക MCXനെ പറ്റിയിട്ട് തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഏതാണ്? നമ്മളുടെ നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് എ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഡീലിംഗ് പ്രൈമർലി ഇൻ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ഇൻ ഇന്ത്യ. കൂടുതലായിട്ടും നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ചിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തായിരിക്കും? അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിനെയാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2003 ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഇനി ഇത്തരത്തിൽ മെനി ഓഫ് ഇന്ത്യസ് ലീഡിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് എ സ്റ്റേക്ക് ഇൻ ദി NCDEX. ഇനി നമുക്കറിയാം അഗ്രികൾച്ചറിലാണ് NCDEXനെ കുറച്ചും കൂടിയും പ്രൊമോട്ട് ചെയ്യുന്നത്, അഗ്രികൾച്ചറിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ തരത്തിൽ കുറച്ച് എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. ബാർലി, വീറ്റ്, അത്തരത്തിലുള്ള സോയാബീൻ, അത്തരത്തിലുള്ളതായിട്ടുള്ള അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ആണ് ഇതിൽ ട്രേഡ് ചെയ്യുന്നത് NCDEX, അതായത് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ തരത്തിലുള്ളവർ ട്രേഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി ആയിരിക്കും. ഇനി ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസിങ് മാർക്കറ്റ് ട്രാൻസ്പെറൻസി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ MCX കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി നമ്മൾ NCDEXലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്താണ്? അവിടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് NMCE, അതായത് നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, NMCE. എന്താണ് ഇവിടെ നടക്കുന്നത്? ദ NMCE വാസ് ലോഞ്ച്ഡ് ഓൺ November 26, 2002 as India first online
demutualized commodity exchange by a group of Indian commodity based corporation and public agencies and listed it is first contract on 24 commodities in November 2002. ഇതും നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തരാം, നമ്മളുടെ ഒരു മെർജിങ് ആണിത്. ഏതിൻ്റെ മെർജിങ് ആണ്? അതായത് ICX, അതായത് NMCE മെർജ്ഡ് വിത്ത് എന്താണ്? ICEX ആണ്. എന്ന് 2017 എന്ത് ചെയ്തിട്ടുണ്ട്? മെർജിങ് നടന്നിട്ടുണ്ട്. ഏതൊക്കെ തമ്മിലാണ് മെർജിങ് നടന്നിരിക്കുന്നത്? NMC മെർജ്ഡ് വിത്ത് ദി ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇൻ 2017. ഇതിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് അഹമ്മദാബാദാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് MCX ആണ്. MCX നമ്മൾക്കറിയാം എന്താണ്, അവിടെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. പിന്നെ അതുപോലെ വരുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൻ്റെ, അതായത് നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ മെയിനായിട്ടും പഠിക്കാനുള്ളത്. കമ്മോഡിറ്റി മാർക്കറ്റ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ കമ്മോഡിറ്റി മാർക്കറ്റ് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണ്, ഏതാണ് അതിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത്, അതുപോലെ തന്നെ ഓരോ എക്സ്ചേഞ്ചുകളിലും ഏതൊക്കെയാണ് പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് എന്നും വ്യക്തമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്.